ചില ആൾക്കാർ പറയും ഒരു ഫോട്ടോഗ്രാഫി വേണമെന്ന് പറഞ്ഞു. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇതാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം സ്റ്റേജ് കെട്ടിയിട്ട് പറയും ഫോട്ടോഗ്രാഫി പറഞ്ഞു. നമുക്ക് ഫൗസാന്റെ ഫത്തുണ്ട്, നമുക്ക് അവരെ ഫത്തുണ്ട്. ഇത് ഫോട്ടോഗ്രാഫിയുടെ വിഷയം. ഞാൻ ഇത്ര നേരം ഫോട്ടോഗ്രാഫിയുടെ വലിയ കാര്യം പറഞ്ഞു. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുറെ പേര് ഫോട്ടോഗ്രാഫി പറ്റുമെന്ന് കൊണ്ട് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നില്ല ആരും. അത് ശരിയാണ്, നിങ്ങളുടെ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്ത് ജമാഅത്ത് ഫോട്ടോഗ്രാഫി അന്നും എതിർക്കുന്നു, ഇന്നും എതിർക്കും. കാരണം അവർക്ക് ആദർശം എന്നുള്ളത് നിറം മാറാനുള്ള സംഗതിയല്ല. ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകാനുള്ള സംഗതിയാണ്. ഇത് ഇസ്ലാമാണ്. മറ്റേ ബൈക്കും കാറും മാറ്റും പോലെയൊക്കെ മാറ്റാൻ പറ്റിയ സംഗതിയല്ല. ഇത് നെഞ്ചിലെടുത്തത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശം മാറിയിട്ടില്ല, ഇതുവരെയ്ക്കും മാറുകയുമില്ല ഇൻഷാ അല്ലാഹു തആല. കാരണം ആദർശം എന്ന് പറഞ്ഞാൽ നമ്മൾ കിതാബ് സുന്നത്ത് വെച്ച് പഠിച്ചെടുത്തതാണ്. കിതാബ് സുന്നത്ത് പിന്നെ ഇനി വഹി വരണം, അതാണെങ്കിൽ ഒട്ടും വരെയില്ല. അപ്പൊ ഒരു ആദർശം പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആദർശമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റൂല. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അത് ചെയ്തിട്ടുള്ളത്. അത് സലഫികളുമായിട്ട് ബന്ധമില്ല. ഒരു ഫോട്ടോഗ്രാഫി പറ്റൂലെന്ന് ഇറങ്ങിപ്പോയി, ഇഖ്തിലാത്ത് പറ്റൂലെന്നുകൊണ്ട് ഇറങ്ങിപ്പോയി, പിന്നെ അവർക്ക് ഫോട്ടോഗ്രാഫി പറ്റും, ഇഖ്തിലാത്ത് പറ്റും. അങ്ങനെ ഒരു ടീമുണ്ട്. ഒരുമായിട്ട് സലഫികൾക്ക് ബന്ധമില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുക? നമ്മൾ ഇവർക്കെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ച് കാമാന്ന് മിണ്ടൂല. അവരെ ദമ്മാജികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നക്കാരാന്ന് പറയും. അവരൊക്കെ സിറിയ പോണ ആൾക്കാരാ, എന്താണ് അവരൊക്കെ തീവ്രവാദികൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ല. അവരൊക്കെ തീവ്രവാദികളാന്ന് പറഞ്ഞെങ്കിൽ എഴുതിത്തള്ളാണ്. അതാണ്, അവരൊക്കെ തീവ്രവാദികളാണ്. അവരെ കൂടെ കൊണ്ട് നമ്മളെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ സലഫിയത്തിനെ കുറിച്ച് പഠിച്ചു. അതേപ്പോ നമ്മളെ പള്ളിയിലുണ്ട്, ഖുത്ബ പറയുന്നുണ്ട്, ദർസ് എടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അവിടെ തൗഹീദിലേക്ക് ദർസ് എടുക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം സലഫിയത്തിലേക്ക് വരുന്ന സമയത്ത് ഫൈസൽ മൗലവിയുടെ അടുത്ത് ഇദ്ദേഹത്തിന് ഒരാളെ കൊണ്ടുപോയി. ഫൈസൽ മൗലവിയുടെ അടുത്ത് ഇയാളെ കൊണ്ടുപോയി. ഷബീബ് സ്വലാഹി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രബോധകൻ നമ്മളൊരു മറുപടി കൊടുത്തു. ആ മറുപടി കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് കൊണ്ടു. അദ്ദേഹം ശരിയാണല്ലോ സംഗതി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫിയത്തിലേക്ക് അടുക്കാൻ തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ ആളുകൾ ഇദ്ദേഹത്തിന് എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈസൽ മൗലവിയുടെ അടുത്തുകൊണ്ടുപോയി. ഫൈസൽ മൗലവി പറഞ്ഞു ഓരോടെ കൂടല്ലേ പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്റെ അടുത്ത് പിന്നീട് പറയാം, ഞാൻ എല്ലാം കേട്ടിരുന്നു. മൂപ്പര് ഇത്രയും പറയുന്ന കിതാബ് ഉദ്ധരിച്ച് അല്ലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇത് തെറ്റാണ്, ഇത് നമ്മൾ ശരിയാണെന്ന് പറയില്ല. അവിടെ പോയി പെണ്ണ് കിട്ടൂല, പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റൂല, നിങ്ങൾക്ക് ഇഖ്തിലാത്തിൽ ജോലി ചെയ്യാൻ പറ്റൂല, ഒരു പ്രശ്നക്കാരാണ് എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് കാരണം ഫൈസൽ മൗലവിയുടെ ഉപദേശം കൊണ്ട് മൂപ്പര് കൂടുതൽ മൂപ്പർക്ക് മനസ്സിലായി ഇത് ബാത്തിലാണ്, സത്യം അവിടെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ പഠിക്കുന്നുണ്ട്. നേരെ വന്ന് ഖുത്ബ പറഞ്ഞല്ല, അദ്ദേഹം വന്ന് കുറെ കാലം പഠിച്ചതിന് ശേഷം പിന്നെ ഇപ്പൊ ഖുത്ബ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പോൾ പെണ്ണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് ബേശീകരിക്കപ്പെടുത്തിയാൽ പെണ്ണിന് വേണ്ടിയല്ലല്ലോ ആദർശം. പെണ്ണിന് വേണ്ടി ആദർശം മാറ്റാൻ പറ്റുമോ? പെണ്ണിന് വേണ്ടി ആദർശം മാറ്റാൻ പറ്റൂല. ദുനിയാവിന് വേണ്ടി ആദർശം മാറ്റിക്കളയണമെങ്കിൽ ആ ആദർശമല്ല. എടോ നിങ്ങളെക്കാളും എന്തുണ്ട് കമ്മ്യൂണിസ്റ്റുകാര് ഇല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളെക്കാളും ആദർശത്തിൻ്റെ ആത്മാർത്ഥത ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പെണ്ണ് കിട്ടൂല, കമ്മ്യൂണിസ്റ്റുകാർക്ക് പെണ്ണ് കൊടുക്കൂലായിരുന്നു നാട്ടില് തുടക്കത്തില്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഞാൻ ദർസിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാർ പാത്തും പൊതുങ്ങിയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റാണെന്ന് ആരെയും അറിയിക്കൂല, ഒളിച്ചും പതുങ്ങിയൊക്കെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് തുടക്കകാലത്ത്. കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞാൽ പിന്നെ പെണ്ണ് കിട്ടൂല, നാട്ടിൽ ചായ കിട്ടൂല, നാട്ടിൽ ഫുള്ള് ഭ്രഷ്ടാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പിഴച്ച ആദർശം പെണ്ണ് കിട്ടൂല എന്നുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെയാണ് ഹക്കിന്റെ ആളുകൾ പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ആദർശം ഉപേക്ഷിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക നിശാസ് എന്താണ് സ്വപ്നങ്ങളാണ്, രാത്രി കാണുന്ന സ്വപ്നങ്ങളാണ്. ആദർശം നെഞ്ചിലേറ്റിയവർ അത് പെണ്ണിന് വേണ്ടി നെഞ്ചിലേറ്റിയതല്ല. ആദർശം നെഞ്ചിലേറ്റിയവർ അത് മാറ്റി തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ് ഈ നെഞ്ചിലേക്ക് നമ്മൾ. ഇൻഷാ അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് എത്രയും വേഗം അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ശബ്ദം നേരിട്ട് ഇപ്പോൾ ശ്രവിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഒരു വലിയ കൂട്ടമുണ്ട്. ഇനി പിന്നീട് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട് കേൾക്കുന്നവരാവട്ടെ, അവരോട് ആത്മാർത്ഥതയോട് പഠിക്കുന്നത് പറയാനുള്ളത്, നമ്മളിത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല. നമുക്കൊരു സംഘടനയൊന്നുമില്ല, സംഘടനയിൽ മെമ്പർഷിപ്പ് കൂട്ടാനും നമുക്കില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ പള്ളിയിലിരിക്കുന്നു, ആൾക്കാരെ ദീന് പഠിപ്പിക്കുന്നു. അതിൻ്റെ അപ്പുറത്തോടെ ഈ പരിപാടിക്ക് പൈസ പിരിവില്ല. ആരെയൊന്നും നമ്മൾ പരിപാടിക്ക് ഇരിക്കൂല. പള്ളിയിൽ ജുമയ്ക്ക് നമ്മളെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഫ്രണ്ടിൽ ജുമയിൽ ഈ മുജാഹിദ് പള്ളിയിലെ അകത്ത് കയറിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ടേബിൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, അതിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട്. അത് ജനങ്ങളെ ഹർജിലാക്കുകയാണ്. ജനങ്ങളെ ദീനിന് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെങ്ങനെ ആ ഇടാതെ പോണവനെ പിന്നെ എല്ലാവരും ഒന്ന് ഇതാക്കിയിട്ട് ഓനെ എന്തോ കുറ്റക്കാരനാക്കും. അത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് പാടില്ല ദീനിന്റെ പേരിൽ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സ്വാർത്ഥ അറിവിനുള്ള പണപ്പിരിവോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചരിക്കുന്ന ഇതേ ഹക്കിന്റെ പാതയിൽ നിങ്ങളും വരണം, അത്ര മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആത്മാർത്ഥത്തോട് പറയണം. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ നിങ്ങളെയൊക്കെ നിയ്യത്തിനെ നന്നാക്കി തരട്ടെ, കർമ്മങ്ങളെ നന്നാക്കി തരട്ടെ. യഥാർത്ഥ തൗഹീദും സലഫിയത്തും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തരട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.